മണ്ണിനെ കീറിമുറിച്ച് ഇംഫാലിലെ ടീഡിം റോഡിലൂടെ തീപ്പന്തങ്ങളേന്തി കുതിച്ചുയരുന്ന ആ അമ്മമാർ അവർ വെറും ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയല്ല, സ്വന്തം മണ്ണ് കൈവിട്ടു പോകുമെന്ന ഭയത്തിൽ നിലനിൽപ്പിനായിട്ട് ഒരു ജനത നടത്തുന്ന ചോരക്കണ്ണീരിന്റെ പോരാട്ടമാണിത്. NRC നടപ്പാക്കാതെ ഞങ്ങൾ സെൻസസ് അനുവദിക്കില്ല എന്ന് അവർ ഒന്നടങ്ങുമ്പോൾ അലറുമ്പോൾ ആ മുഴക്കം ചെന്നെത്തുന്നത് ഡൽഹിയിലെ വൻമതിലുകളിലാണ്. ഓഗസ്റ്റ് 16 മുതൽ ക്യാമ്പയിൻ ഫോർ ജസ്റ്റ് ആൻഡ് ഫെയർ ഡെലിമിറ്റേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഒരു വമ്പൻ പ്രക്ഷോഭം എന്തുകൊണ്ടാണ് ഇന്ന് കൊടുങ്കാറ്റായിട്ട് മാറുന്നത്? ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ സെൻസസിനെ മണിപ്പൂർ ജനത ഇത്രയേറെ ഭയക്കുന്നതും എതിർക്കുന്നതും എന്തിനാണ്? ഉത്തരങ്ങൾ ലളിതമാണ്. എന്നാൽ അത് രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ നെഞ്ചിൽ തീ കോരിയിടുന്നതാണ്. രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന വിഭാഗങ്ങൾ എങ്ങനെ വീതിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയാണ് സെൻസസ്. എന്നാൽ ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ NRC പുതുക്കാതെ, തദ്ദേശീയരെ പുനരധിവസിപ്പിക്കാതെ ഈ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം ചെറുതല്ല. അതിർത്തി കടന്ന് അനധികൃതമായിട്ട് കടന്നുകൂടിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിയമപരമായിട്ടുള്ള അംഗീകാരവും ഭൂരിപക്ഷവും നൽകാൻ മാത്രമേ ഈ ഒരു അശാസ്ത്രീയ സെൻസസ് ഉപകരിക്കൂ എന്ന് വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. അയൽ രാജ്യമായിട്ടുള്ള മ്യാൻമാറിൽ നിന്നുള്ള അനിയന്ത്രിതമായിട്ടുള്ള അനധികൃത കുടിയേറ്റം, അതിർത്തിയോട് ചേർന്നുള്ള കാടുകൾ കയ്യേറിയുള്ള മയക്കുമരുന്ന് മാഫിയകളുടെ കടന്നുകയറ്റം, ഇവയാണ് മണിപ്പൂരിന്റെ ജനസംഖ്യ അനുപാതം തന്നെ അട്ടിമറിച്ചത്. തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾ സ്വന്തം മണ്ണിൽ ന്യൂനപക്ഷമായിട്ട് മാറുമെന്ന ഭയം, ഒപ്പം നിലവിലുള്ള ഭൂമി സംരക്ഷണ നിയമങ്ങളെ ചൊല്ലി താഴ്വരയിലെ ജനങ്ങളും മലനിരകളിലെ ജനങ്ങളും തമ്മിൽ ഉടലെടുത്ത കടുത്ത ഭിന്നതകൾ, ഇവയൊക്കെയാണ് ഈ കലാപത്തിന് തിരികൊളുത്തിയത്. സർക്കാർ തലത്തിലെടുത്ത ചില ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളും വനഭൂമി ഒഴിപ്പിക്കലുകളും തർക്കങ്ങൾ രൂക്ഷമാക്കി. ഒടുവിൽ 2023 മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ ആക്രമണങ്ങളിൽ മണിപ്പൂർ കത്തിയമർന്നു. ഗ്രാമങ്ങൾക്ക് തീയിട്ടു, ആയിരക്കണക്കിന് മനുഷ്യർ സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. സ്ത്രീകൾ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന ഒരു ജനതയായിട്ട് മണിപ്പൂരിലെ തദ്ദേശീയർ മാറി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 220-ലധികം മനുഷ്യ ജീവനുകളാണ് ഈ വംശീയ ആക്രമണങ്ങളിൽ പൊലിഞ്ഞുപോയത്. എന്നാൽ പുറത്തു വരാത്ത കണക്കുകൾ അതിലും ഭീകരമാണ്. 10,000-കണക്കിന് വീടുകൾക്കാണ് തീയിട്ടത്. 100-ലധികം ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും ചാമ്പലായി. 50,000-ത്തിലധികം മനുഷ്യരാണ് സ്വന്തം വീടും കുടിയും ഉപേക്ഷിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്. വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ആശുപത്രികളും തകർത്തെറിയപ്പെട്ടു. ഒരു നാടിന്റെ സാമ്പത്തിക ഭദ്രതയും വിദ്യാഭ്യാസ മേഖലയും തകർത്ത് തരിപ്പണമായി. ഏറ്റവും ക്രൂരവും ഭയാനകവുമായിട്ടുള്ള കാഴ്ചകൾ ലോകം കണ്ടത് മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരെ ഉണ്ടായ അതിക്രമണങ്ങളിലൂടെയാണ്. 2 സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിച്ചതും ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതുമായിട്ടുള്ള ആ ദൃശ്യങ്ങൾ മനസാക്ഷിയുള്ള ഏത് മനുഷ്യന്റെയും നെഞ്ച് പിളർക്കുന്നതായിരുന്നു. എന്നാൽ ഈ സമയത്തെല്ലാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിപ്പൂർ വർഷങ്ങളായിട്ട് കത്തുമ്പോൾ, അമ്മമാരും സഹോദരിമാരും തെരുവിൽ ചോര കണ്ണീരൊഴുക്കുമ്പോൾ, വേൾഡ് ടൂറുകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മുഴുകി നടന്ന ആ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും ആ മണ്ണിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇന്ത്യൻ ഭൂപടത്തിൽ മണിപ്പൂർ എന്നൊരു സംസ്ഥാനം ഉണ്ടെന്ന് പോലും ഓർക്കാത്ത കേന്ദ്ര ഭരണാധികാരികളുടെ ഈ ഒരു വഞ്ചനാപരമായിട്ടുള്ള നിശബ്ദതയ്ക്കെതിരെയാണ് ഇന്ന് ജനങ്ങളുടെ രോക്ഷം ഇരമ്പിയാർക്കുന്നത്. ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ സ്വന്തം വീടുകളിൽ പുനരധിവസിപ്പിക്കാതെ, അവരുടെ സുരക്ഷ ഉറപ്പാക്കാതെ, അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ NRC നടപ്പാക്കാതെ നിങ്ങൾ ആരുടെ കണക്കാണ് എടുക്കാൻ വരുന്നത് എന്നാണ് ആ നാട് ചോദിക്കുന്നത്. ഈ കലാപമുണ്ടാക്കി തദ്ദേശീയരെ ഓടിച്ചവർക്ക് സ്വന്തം മണ്ണ് എഴുതിയെടുക്കാൻ തങ്ങൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എന്ന ആ ഒരു മൊറോ പൈബിയുടെ ആ ഒരു ഉറച്ച നിലപാടാണ് ഇന്ന് ഇംഫാലിലെ തെരുവുകളെ വിറപ്പിക്കുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി സർക്കാരിനെ പൂർണ്ണമായും സ്തംഭിപ്പിക്കാനാണ് പ്രക്ഷോഭകരുടെ തീരുമാനം. ഇത് മണിപ്പൂരിന്റെ മാത്രം പ്രശ്നമല്ല. അതിർത്തി സുരക്ഷിതമാക്കാതെ, അനധികൃത കുടിയേറ്റക്കാരെ പുറത്താകാതെ മുന്നോട്ട് പോയാൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന സമാനമായിട്ടുള്ള ദുരന്തങ്ങൾ രാജ്യത്ത് ഇനിയും ആവർത്തിക്കുമെന്നുള്ളതാണ്. ഡൽഹിയിലെ വൻമതിലുകൾക്ക് പിന്നിലിരിക്കുന്നവർ മണിപ്പൂരിന്റെ ഈ ഒരു മുന്നറിയിപ്പ് കേൾക്കാതിരുന്നാൽ അതിന്റെ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യമായിരിക്കും. കൂറ്റൻ റാലിയുടെ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കാണാം അത്.
मैं आज हम लोग ने जो जा रहे हैं रिले वो हम एनआरसी से पहले हम लोग सेंसस से पहले एनआरसी करना है, क्योंकि हम लोग मणिपुर लोग कितना 3 साल से हम लोग जल रहे। हम लोग मणिपुर सरकार भी कुछ नहीं बोले और इंडिया सरकार भी कुछ नहीं बोल रहे। अभी हम लोग एनआरसी ये करने के बाद हमारा मणिपुर क्या होगा, जलेगा डूबेगा क्या है कुछ पता नहीं चला है। इसीलिए हम लोग जब तक हमारा सोच हमारा जो हमने जो मांगा है पूरा नहीं होगा तब तक हम लोग चलते रहेगा। और दिन रात हम लोग रोड पे हो कहीं भी हो हम लोग मणिपुर के लिए हम लोग मरेंगे नहीं, जिंदा रहेगा। कब तक हम लोग मणिपुर सरकार हम लोग के लिए कुछ नहीं बोलेगा तब तक हम दौड़ते रहेगा, भागते रहेगा। जिस दिन जो होगा तब हम लोग शांति होगा। मणिपुर सरकार की तरफ से हम लोग माफी मांगना चाहती हूँ, क्यों हम मांगना भी चाहती हूँ जो मणिपुर का जो सीएम और जितना भी जो मिनिस्टर एमएलए ये लोग भी हमने जो रो रहे मणिपुर इमा लोग, भैया लोग, भाई लोग और छोटा छोटा बच्चा लोग जितना जो दुखी हो रहे रो रहे उसको बचाने के लिए ये लोग कुछ करेगा हमारा मन में वही सोची। थैंक यू।